നേമത്ത് 9 വയസ്സുകാരി അഹല്യ തൂങ്ങി മരിച്ചു. 9 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നേമം ഗവൺമെൻറ് UP സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. മൂത്ത മകളോട് അമ്മ ഇളയ കുട്ടിയെ നോക്കാൻ പറഞ്ഞതിന് ശേഷം അമ്മയും അച്ഛനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കുട്ടി വാശി പിടിച്ചെന്നാണ് പറയണത്. വാശി പിടിച്ചിട്ട് ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞെന്ന് ചില ന്യൂസുകളിൽ പറയുന്നുണ്ട്. ചിലതിൽ പറയണത് അമ്മ അടിച്ചു, പലതിലും പല ഇതാണ് പറയണത്. അപ്പോൾ പോലീസും പറയുന്നത് അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം കുട്ടി കയറി തൂങ്ങിയതെന്ന്. തൂങ്ങി കുട്ടി മരിക്കുകയും ചെയ്തു. പക്ഷെ ഈ മരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അപ്പച്ചി, അച്ഛൻ്റെ സഹോദരിയായിരിക്കുക അപ്പച്ചി ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പച്ചി ഏൽപ്പിച്ചിട്ടാണ് ഈ അമ്മ ഹോസ്പിറ്റലിൽ പോണത്. മോളെ ഇളയ കുട്ടിയെ കൂടെ നോക്കണേ എന്ന് പറഞ്ഞ് വീഴാതെ ശ്രദ്ധിച്ചോളണേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇനി എന്താണ് നടന്നത് എന്നുള്ളത് അറിയാൻ വയ്യ. പോലീസ് പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ വഴക്കു പറഞ്ഞതിൻ്റെ വിഷമം കൊണ്ട് കുട്ടി കയറി തൂങ്ങി എന്നാണ്. അതങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. 9 വയസ്സായ കുട്ടിയല്ലേ, 4ാം ക്ലാസ്സിലാണ് പഠിക്കണം. ശരിയാണ്, ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് നല്ല ബുദ്ധിയും അറിവുമാണ്. ഓരോന്നും മുതിർന്നവർ ചെയ്യുന്നത് കണ്ടും കേട്ടുമല്ലേ ന്യൂസുകളിലായിരുന്നാലും ഇപ്പം മൊബൈൽ തുറന്നാലും ഇതൊക്കെ തന്നെയാണല്ലോ, മരണങ്ങളാണല്ലോ ഫുള്ള് കേൾക്കണത്. അങ്ങനെയൊക്കെ ഈ മക്കൾ പഠിക്കണതായിരിക്കും ഇപ്പം ഭരണ തലമുറകളായിരുന്നാലും. ഈ കുട്ടി അകത്ത് കയറി വാതിലടച്ചു. ഇളയ കുട്ടിയെ അവിടെ തറയിലിരുത്തിയതിന് ശേഷം ഈ മോള് കട്ടിലിൽ കയറി നിന്നിട്ട്, ഫാനിൻ്റെ നേർക്കിനാണ് കട്ടിൽ കിടന്നത്. അപ്പോൾ ആ കട്ടിൽ കയറി നിന്നതിന് ശേഷം ഒരു സ്റ്റൂൾ എടുത്തിട്ട് സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നാണ്. ഇത് സീലിംഗ് ഫാനിലാണ്. അപ്പോൾ സീലിംഗ് ഫാനിൽ കുരുക്കിട്ട്, കഴുത്തിലും കുരുക്കിട്ട്. സീലിംഗ് ഫാനിൽ എങ്ങനെ കെട്ടി ഈ കുട്ടി? ഒരുപാട് ദുരൂഹത ഉണ്ട് ഈ മരണത്തിൽ. കെട്ടിയതിന് ശേഷം ഈ കുട്ടിയുടെ കഴുത്തിലോട്ട് കുരുക്കിട്ട്, ഈ കുട്ടിക്ക് വിശക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മുട്ട പൊരിച്ച് തരാം മോളെ എന്ന് പറഞ്ഞും കൊണ്ട് അപ്പച്ചി അകത്തോട്ട് പോയി മുട്ടയും പൊരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കുട്ടി തൂങ്ങി നിൽക്കണത്. വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല, കതവ് അടച്ചിരിക്കുന്നു. തുറന്ന് ജനലിൻ്റെ ഇടയിൽ കൂടെ തുറന്നാങ്ങണ്ടേ നോക്കിയപ്പോൾ കുട്ടി തൂങ്ങി നിൽക്കുന്നതായിട്ട് പറയുന്നു. ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കി തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഈ പറയുന്ന ഞങ്ങൾക്കായാൽ തന്നെ കട്ടിൽ കയറി നിന്നിട്ട് ഒരു സ്റ്റൂൾ എടുത്തിട്ടാലും എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിൻ്റെ. പിന്നെ ഉയരം കുറഞ്ഞ തട്ടാണെങ്കിലും എന്നാലും ഈ ഒരു കുട്ടിക്ക് അത്രയ്ക്കുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. 9 വയസ്സാകുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം, പൊക്കത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോഴേ അത് ഒരു കാരണവശാലും ആ ഫാനിൽ കുരുക്ക് ഇടാൻ പറ്റൂല. കുരുക്ക് ഇട്ടിട്ട് കഴുത്തിൽ കുരുക്കിട്ട്. അതുമല്ല, ഈ സ്റ്റൂളായിരിക്കുമ്പോൾ കട്ടിലിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കണം. കട്ടിലിൻ്റെ മെത്തേഡ് മുകളിലിട്ടിട്ട് കയറുമ്പോൾ സ്റ്റൂൾ കൊണ്ട് മറിയൂലേ, അത് ആ കുട്ടി പിന്നെ എങ്ങനെ കുരുക്കിട്ട്? ഒരുപാട് ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. എല്ലാത്തിനും, ഡാൻസിനായിരുന്നാലും പാട്ടിനായിരുന്നാലും കരാട്ടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല മിടുക്കി മോളായിരുന്നു. ഇച്ചിരി പുലേ ഉള്ളൂ മോള്. സങ്കടകരമായ ഒരു വാർത്തയാണ്. കാരണം ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിനി, 9 വയസ്സ് മാത്രം പ്രായമുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അതൊരു ആത്മഹത്യ എന്നാണ്. നേമം ശാന്തിവിള സ്വദേശിയാണ് അഹല്യ. ശ്യാം ലേഖ ദമ്പതികളുടെ മകളാണ്. ഈ ഇരുവരും കൂലിപ്പണിക്കാരാണ്. ഇന്ന് അമ്മ പുറത്തേക്ക് പോകുമ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കുട്ടി ഒപ്പം വരുന്നു എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അമ്മ വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് മനോവിഷം ഇതൊരു കാരണമാണ്. അമ്മ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഉടനെ കയറി തൂങ്ങും. അതിന് ഒരു ഇതും തോന്നണില്ല. അതിലൊരു ദുരൂഹത തന്നെ ആ പറച്ചില്. അത് ചെയ്യൂല എന്നാണ് തോന്നണത്. ആത്മഹത്യയാകാം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിലെ ഫാനിൽ തുണി കെട്ടി മേശയിൽ നിന്നും കയറി അങ്ങനെ ആ നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ്, മരിച്ച നിലയിലാണ് കണ്ടത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായ വിവരശേഖരണത്തിന് ശേഷം ആത്മഹത്യ തന്നെ എന്നാണ് പോലീസ് പറയുന്നത്.
അത് പ്രാഥമിക ആത്മഹത്യയാണെന്ന്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമല്ലോ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടില്ല. ഈ മോള് ജനിച്ച് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഇളയ കുട്ടി ജനിക്കണത്. ഇളയ കുട്ടി ജനിച്ചപ്പോൾ ഇളയതിന് 1.5 വയസ്സേ ആയുള്ളൂ. ഇപ്പം അതുവരെയുള്ള ലാളന ഈ മൂത്ത മകൾക്ക് അമ്മയും അച്ഛനും ഇത് ഒരു കുട്ടിയല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ കുറേ നാൾ മക്കളില്ലാതിരുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ലാളന ഈ മൂത്ത കുട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ലാളന കൂടുതൽ ഈ ഇളയ കുട്ടിയായപ്പോൾ ഈ മൂത്തതിൻ്റെ അടുത്ത് സ്നേഹം കുറഞ്ഞു എന്നൊരു തോന്നൽ വന്നോ, ഇനി ആ തോന്നൽ കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇനി പല പല ചിന്തകൾ വന്നതാ. ഇപ്പോൾ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്നും മാതാപിതാക്കൾക്കൊന്നും ഒന്നും പറയാൻ പറ്റൂല. ഒന്നുകിൽ പറയുമെങ്കിൽ അവരപ്പോഴേ നാട് വിടും. മൊബൈൽ ഉപയോഗമൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കൊച്ചു കുട്ടികൾ വരെ മൊബൈൽ എടുത്തു വെച്ച് അതിലെപ്പോഴും ഇങ്ങനെ തോണ്ടിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പഠിക്കാൻ പറഞ്ഞാലും അവർ അത് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ഈ അമ്മയ്ക്കും അച്ഛനും ഒന്നും പറയാൻ പറ്റൂല. പറഞ്ഞാൽ അവരെടുത്ത് ദേഷ്യപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് മക്കളുകളും ഉണ്ട്. പിന്നെ വല്ലതാ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴേ സ്കൂളിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ബാഗും തൂക്കി യൂണിഫോമും എടുത്തിട്ടും കൊണ്ട് നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെന്തോന്ന് ചെയ്യും, ബാഗിനകത്ത് വേറൊരു ഡ്രസ്സും കൂടെ വെച്ച് എവിടെയെങ്കിലും ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് അവരില്ല ടൂറ് പോകും പോലെ അങ്ങ് പോകും. പൂനെയിലെന്നാ, ബോംബെയിലെന്നാ, കൊടൈക്കനാലിലെന്നാ, ഊട്ടിയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എവിടെയെങ്കിലും വെച്ചിട്ടാണ് CCTV ദൃശ്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതൊക്കെ കണ്ടും കേട്ടുമല്ലേ ഈ കുഞ്ഞു മക്കൾ പഠിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളെ പോലും ശാസിക്കാൻ പറ്റാത്തൊരു കാലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ വീട്ടിൻ്റെ അയൽവാസി ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാണാം. കണ്ടായിരുന്നു. അതെ, സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം ഇന്ന് ഞാൻ ജോലിക്ക് പോയപ്പോൾ എൻ്റെ മോനാണ് വിളിച്ച് പറഞ്ഞത്, അമ്മ ഇങ്ങനെ ബാബച്ചി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. തൂങ്ങിയമ്മ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിക്കണം, ഒന്നും അറിയാൻ പറ്റിയില്ല. അപ്പൊ എപ്പോഴും ആ കൊച്ചിന്റെ കഴുത്തിൽ ഒരു ഷോള് കിടക്കും. അപ്പൊ ഞാൻ പറഞ്ഞേടാ അത് രണ്ടും ഇളത് മൂത്തും കൂടെ കളിച്ചോണ്ടെന്ന് അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മോനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ല, അമ്മ മരിച്ചു പോയെന്നാണ് പറയണത്. ലേഖ ചേച്ചി അവിടെ ഇല്ല, ഇപ്പം വന്നത് ലേഖ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മ ഇപ്പം വന്നതേ ഉള്ളൂ, ശാന്തി മാമി മാത്രമേ ഉള്ളൂ അവിടെ എന്ന്. ഞാൻ ഉടനെ വന്നപ്പോൾ ബോഡിയൊക്കെ കൊണ്ടുപോയായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ അവിടെ കരച്ചിലും വിളിയും ബഹളം അമ്മമ്മയും ഒക്കെയാണ്. പക്ഷെ ആ കൊച്ചിന് അപ്പച്ചി എന്ന് പറയുന്നത് ഭയങ്കര ജീവനുള്ള ഒരു ഇതാണ് ആ കൊച്ചിന്റെ അടുത്ത്. 4ാം ക്ലാസ് അപ്പച്ചിക്ക് ഭയങ്കര സ്നേഹമെന്നാണ് പറയണത്. ഈ അപ്പച്ചിയാണ് മുട്ട പൊരിച്ചൊക്കെ കൊടുത്ത് മുട്ടയും കൊണ്ട് പൊരിച്ചുകൊണ്ട് ചെന്നപ്പോഴാണ് ഈ കുട്ടി കതവടച്ചിരിക്കുന്നത്. ഇപ്പോഴും നോക്കുമ്പോൾ തൂങ്ങി നിൽക്കണം എന്നാണ് പറയണത്. പഠിക്കുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം അത് നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാം. അതെ, അവര് എന്തേലും വഴക്ക് പറയും അങ്ങനെ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം അവളെ അമ്മ അവിടെ ഇല്ല, അവള് തയ്യക്കാരിയാണ്. എന്തോ തച്ച തുണി എന്തോ കൊണ്ട് കൊടുക്കാൻ പോയി എന്നാണ് പറയണത്. ആദ്യം കണ്ടതാരാണ്? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കണ്ട അവൾ അപ്പച്ചിയാണ്. കാരണം അമ്മ ഇങ്ങനെ പോയതിനു ശേഷം അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു മുട്ട പൊരിച്ചു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മരണം അറിഞ്ഞു പോയപ്പം പറഞ്ഞതാണ് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു. മുട്ടയും പൊരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഡോർ, അപ്പൊ എപ്പോഴും ആ ഡോർ അടച്ചിടും. കാരണം ഈ 1.5 വയസ്സായ കൊച്ചു പുറത്ത് ചാടുമായിട്ട് അവര് ഡോർ അടച്ചിടും. അപ്പൊ ജന്നല് ആ പുറത്തുള്ള ജന്നല് തുറന്നിട്ടിരിക്കും. കാരണം ആരെങ്കിലും വിളിക്കാനും ചെയ്യണമെങ്കിൽ ജന്നൽ വഴിയാണ് ഞങ്ങൾ വിളിച്ചിരുന്നാൽ ആ വഴിയാണ് വിളിയാക്കുന്നത്. അങ്ങനെ അപ്പൊ ഈ കൊച്ചു ഇങ്ങനെ പുറത്ത് വരുമെന്നുള്ളത് കൊണ്ട് ആ ഡോർ അടച്ചിട്ട് അങ്ങനെ ഇവള് പോയി തട്ടിയപ്പോഴത്തേക്ക് ഡോർ അടച്ചിട്ടിങ്ങനെ ജന്നൽ വഴി വന്നപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞ് തൂങ്ങി നിൽക്കാൻ കണ്ടത്. ഈ കുട്ടി തൂങ്ങിയ റൂമിനകത്താണ് ഈ ഇളയ കുട്ടിയെ ഇരുത്തിയിരുന്നത്. അത് വെളിയിൽ ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ കൂടെ അകത്ത് ഇരുത്തിയിട്ടാണ് ഈ കുട്ടി തൂങ്ങിയിരിക്കുന്നത്, മൂത്ത മോള് തൂങ്ങിയിരിക്കുന്നത്. ഇതില് ദുരൂഹതയുണ്ട്. ഈ കുട്ടിയെ കൊണ്ട് അങ്ങനെ തൂങ്ങാൻ പറ്റൂല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എങ്ങനെ ഫാനിൽ എങ്ങനെ കുരുക്കിട്ട് ഇതിപ്പോൾ സ്റ്റൂളിൽ കയറി നിന്നാലും അങ്ങ് വരെ എത്താൻ സാധ്യത ഇല്ല. സീലിംഗ് ഫാനാണ്, അത് മുകളിലാണ് ഇരിക്കുന്നത്. അതിൽ കറക്റ്റ് കുരുക്കിട്ടിട്ട് കഴുത്തിൽ കുരുക്കിടണമെങ്കിൽ ഇതിലൊരുപാട് ദുരൂഹതയുണ്ട്. എന്തായാലും പോലീസ് കണ്ടുപിടിക്കട്ടെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമല്ലോ, അപ്പോഴതിലെന്തായാലും തെളിയും. പോലീസിൻ്റെ ഒരു നിഗമനമാണ് പോലീസ് ഇങ്ങനെ പറയണ ആത്മഹത്യയാണ് എന്നുള്ളത് പറയണ്. ഇനിയുള്ള മക്കളെങ്കിലും ഇങ്ങനെയൊന്നും എല്ലാവരും ഇത് തന്നെ പറയണം. ഒരു സംഭവം നടക്കുമ്പോൾ പറയും ഇനി ആർക്കും ഇങ്ങനെ ഈ ഗതി വരാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പറയണത്. പക്ഷേ നമ്മൾ പറയണതിൻ്റെ ഇരട്ടി ഇങ്ങനെ മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളുകൾ ഒരേ ദിവസം ചെല്ലുന്തോറും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി സിനിമകൾ കണ്ടിട്ടാണോ പിന്നെ മൊബൈലുകളിൽ ഓരോന്ന് കണ്ടിട്ടാണോ എന്നൊന്നും അറിയാൻ വയ്യ. മക്കളുകൾ ഇങ്ങനെ
അമ്മയ്ക്കും അച്ഛനും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. വല്ലതാ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴവർ ഒന്നുകിൽ പോയി തൂങ്ങേ അല്ലെങ്കിൽ ബാഗും എടുത്തുകൊണ്ട് ഇറങ്ങി പോവുകയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലം. പണ്ടത്തെ കാലം അല്ല ഇപ്പോഴത്തെ കാലം. പണ്ടുള്ളവരെ 10 എണ്ണം ഉണ്ടെങ്കിലും അതിനെയൊക്കെ വളർത്തിയെടുക്കാൻ നമ്മളെയൊക്കെ മാതാപിതാക്കൾ എന്ത് കഷ്ടപ്പെട്ട് കാണും. 1, 2, 3 അതിൽ കൂടുതലൊന്നും ഒരേ വീടുകളിൽ കാണൂല. പക്ഷെ അവരുടെ അടുത്തൊന്നും ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. വല്ലതാ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവർ കയറി കതവടയ്ക്കും, മരിക്കും എന്നുള്ള ഒരു ധാരണ. എന്തായാലും പോലീസ് കണ്ടെത്തട്ടെ.